കേരളത്തിലെ ഒരു പൊതുനിരത്തിൽ ഒരു നടി നട്ടപ്പാതിരയ്ക്ക് ഇത്രമേൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തിന് ഒരു ഗൂഢാലോചനക്കാരനുണ്ട് എന്നത് കണ്ടെത്തി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പറ്റിയില്ല. അതാണ് അതിൻ്റെ ഒറ്റവാചകം. സർക്കാർ ഈ കേസിൽ പരാജയപ്പെട്ടു. സർക്കാരും നമ്മളും എല്ലാം കൂടെ കൂടിയിരുന്ന് മൂലക്കിരുന്ന് കരയേണ്ട കേസല്ല ഇത്. നമുക്ക് സങ്കടപ്പെടാം, അയ്യോ നിരാശ ഉണ്ടാവാം, ഇതിലെ ആസൂത്രകനെ പിടിച്ചില്ലല്ലോ, ഗൂഢാലോചനക്കാരനെ പിടിച്ചില്ലല്ലോ എന്ന്. സർക്കാർ അതല്ല ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ പരാജയം സമ്മതിക്കുകയാണ് വേണ്ടത്. ഗവൺമെൻറ് പരാജയപ്പെട്ടു, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലതരം ഘടകങ്ങളുണ്ട്. ഈ കേസിനകത്ത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിലെ ജഡ്ജി സ്വീകരിച്ചിട്ടുള്ള സമീപനം വലിയ വിമർശനം ഉണ്ടാക്കി. അതിജീവിത എന്ന് പറയുന്ന ഈ നടി തന്നെ 3-4 തവണ ഹൈക്കോടതിയിൽ പോയിട്ട് ഇവരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതി, അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ട്രയൽ നടത്തുകയാണ് പ്രതിഭാഗം. അവരെ മെൻ്റലി തകർക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അവരോട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജഡ്ജി. അതായത് നിങ്ങൾ ഇരയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ മാനസികമായി തകർക്കാൻ പാടില്ല എന്ന് പറയേണ്ട ജഡ്ജി അവർക്കെതിരെ നടത്തുന്ന ഹീനമായ അതിക്രമ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസിനോട് മൗനം പാലിക്കുകയാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യണം. അവിടെ പ്രതിഭാഗത്തിനടക്കം 10-20 വക്കീൽമാർ ഇതിനകത്ത് ഇരിക്കുകയാണ്. പരമാവധി ആളെ പുറത്താക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തതെന്നാണ്, പരമാവധി ആളെ അതിനെ തിരിക്കാൻ അവർ സമ്മതിച്ചു. അപ്പോൾ പല ഘട്ടങ്ങളിലും പല ആളുകൾ ദിലീപിനെതിരായിട്ട് മൊഴി നൽകുന്ന ഘട്ടത്തിൽ കോടതി മുറിക്കാകെ ഈ സാക്ഷിയെ പരിഹസിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ടായി. അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ ഈ ജഡ്ജി തയ്യാറായിട്ടില്ല എന്നും എനിക്ക് ഇവരിൽ വിശ്വാസക്കുറവുണ്ട് എന്നും ആര് പരാതി പറയുന്നു? ഇര പരാതി പറയാണ്. ഒരു വനിത ജഡ്ജി എനിക്ക് എന്ത് തരുന്നില്ല, എനിക്ക് വിശ്വാസം തരുന്നില്ല. അത് അവർ മാത്രമല്ല, സർക്കാരും പ്രോസിക്യൂഷനും എല്ലാം പോയിട്ട് മേൽക്കോടതിയിൽ പറയുന്ന സാഹചര്യമുണ്ട്. കോടതി അത് അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു മുൻവിധി അതിനകത്തുണ്ട്. കേരളത്തിലെ ഒരു വലിയ വിഭാഗം മനുഷ്യർ ഈ കേസിൽ ദിലീപ് രക്ഷപ്പെടാൻ പോകുന്നു. കാരണം ജഡ്ജിയുടെ അല്ലെങ്കിൽ കോടതിയുടെ സമീപനം നമ്മൾ കണ്ടതല്ലേ എന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്ന കണ്ടു. ആ അവിശ്വാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോടുള്ള മനുഷ്യൻ്റെ അവിശ്വാസമാണ്. അത് ഈ കേസിൽ മാർക്ക് ചെയ്യപ്പെട്ടുണ്ട്. ഈ ജഡ്ജ് ഇരയോട് സ്വീകരിച്ച, ഇര തന്നെ ഒഫീഷ്യലി പരാതിപ്പെട്ട സംഭവം അവിടെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്.